നമ്മുടെ വയറ്റിൽ അമിതമായിട്ട് അസിഡിറ്റി ഉണ്ടാക്കുന്ന 3 തരം പാനീയങ്ങളെക്കുറിച്ച് നിങ്ങൾ ആരും അറിയാതെ പോകരുത്. നമ്മൾ പലരും ദിവസേന കുടിക്കുന്ന പാനീയങ്ങളാണ് ഇവ. അങ്ങനെയുള്ളവർക്ക് അസിഡിറ്റി പോലുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പൊളിച്ചുതീട്ടൽ, നെഞ്ചരിച്ചിൽ, അതുപോലെ തന്നെ വയറ് കമ്പനം, വയറിന്റെ പല സ്ഥലങ്ങളിൽ വേദന എടുക്കുക, ഗ്യാസ് പുറത്തോട്ടും നെഞ്ചത്തോട്ടും തലയിലോട്ടൊക്കെ കയറി വരുന്ന അവസ്ഥ, ഇങ്ങനെയുള്ളവർ ഈ പറയുന്ന പാനീയങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. ഒന്നാമതായിട്ട്, പലരും വെയിറ്റ് കുറയാനൊക്കെ വെറും വയറ്റിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുറച്ച് തിളപ്പിച്ച വെള്ളത്തിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ ഇതുപോലെ നാരങ്ങ നീര് ഒഴിച്ചു കുടിക്കുന്ന ഒരു ടെൻഡൻസി കാണിക്കാറുണ്ട്. അത് ചെയ്യരുത്. നാരങ്ങ ഒരു സിട്രസ് ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ പാനീയങ്ങൾ അമിതമായിട്ട് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ വയറിലെ ആസിഡ് കണ്ടന്റ് അമിതമായിട്ട് കൂടുകയും ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ നിങ്ങളെ വിട്ടുമാറാതെ പിന്തുടരുകയും ചെയ്യും. രണ്ടാമതായിട്ട്, ഇതുപോലെ അസിഡിറ്റി കൂടുന്ന മറ്റ് പാനീയങ്ങളാണ് സോഡ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, പ്രത്യേകിച്ച് കൊക്കക്കോള, പെപ്സി പോലുള്ള പാനീയങ്ങൾ. നമുക്കറിയാം അതിൽ നല്ല രീതിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വയറിൽ അത് കുടിക്കുമ്പോൾ അത് വയറിലെ പ്രഷർ അമിതമായിട്ട് കൂട്ടുകയും ഗ്യാസ് ഇങ്ങനെ പുറത്തേക്ക് തള്ളി വരികയും അത് നെഞ്ചരിച്ചിലും അതുപോലെ തന്നെ പൊളിച്ചത് കെട്ടലിനും വായ്പുണ്ണിനൊക്കെ കാരണമാക്കിയേക്കാം. മൂന്നാമതായിട്ടുള്ളത്, പലരും അസിഡിറ്റി കുറയാൻ വേണ്ടി ആപ്പിൾ സിഡർ വിനെഗർ പ്രത്യേകിച്ച് വെള്ളത്തിൽ ചേർത്തൊക്കെ കഴിക്കുന്ന ഒരു ടെൻഡൻസി കാണാറുണ്ട്. എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങൾക്ക് അസിഡിറ്റി വളരെ കൂടുതലാണെങ്കിൽ ഇങ്ങനെ കഴിക്കുന്നവരിൽ നിങ്ങളുടെ അസിഡിറ്റി ക്രമാതീതമായിട്ട് കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അസിഡിറ്റി കുറവുള്ളവരിൽ, ഹൈപ്പോ അസിഡിറ്റി ഉള്ളവരിൽ നമുക്ക് ആപ്പിൾ സിഡർ വിനെഗർ നല്ലതാണ്. പക്ഷേ അസിഡിറ്റി കൂടുതലുള്ളവരിൽ ഇങ്ങനെയുള്ള ഇത് കഴിക്കുകയാണെങ്കിൽ അസിഡിറ്റി ക്രമാതീതമായി കൂടുക തന്നെ ചെയ്യും.